പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മൾ ഒരുപാട് ദിവസങ്ങളായി കണ്ടുമുട്ടിയിട്ട്, അതിനിടയിൽ എപ്പോഴോ ഞാൻ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ എടുത്തു വെച്ചതിൽ ഒരു ക്ലാസ് അറുതലുൽ ഉംർ, വാർദ്ധക്യം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു വെച്ചതിൽ ഒരു ക്ലാസ് പോസ്റ്റ് ചെയ്യുണ്ടായി. അതല്ലാതെ ഒരു പുതിയ ക്ലാസ് എന്നുള്ള നിലക്ക് നമ്മൾ കണ്ടുമുട്ടിയിട്ട് കുറേ ദിവസങ്ങളായി. ഇന്നും ഒരു സത്യത്തിലൊരു ക്ലാസ്സായിട്ടൊന്നുമല്ല, ഒരു വിഷയവുമായി ബന്ധിതപ്പെട്ട ഒരു ക്ലാസ്സായിട്ടല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. പൊതുവായ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. അപ്പം ഞാൻ ആ ക്ലാസ് പോസ്റ്റ് ചെയ്തപ്പോൾ ആ ക്ലാസ്സിന് താഴെയും അതല്ലാതെ എന്നെ വിളിച്ചും മെസ്സേജിലൂടെയും മറ്റു പല ക്ലാസ്സുകളുടെ താഴെയും ഒക്കെ വന്ന പ്രതികരണങ്ങളിൽ ചില ഒരേപോലെയുള്ള കുറേ പ്രതികരണമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ശാന്തമായ സമാധാനപൂർണമായ ഒരു ജീവിതമാണ് മാഷെ ഖുർആനിൻ്റെ ഈ ആന്തരികമായ വൈജ്ഞാനികമായ വായനയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. യുക്തിഭദ്രമായ വായനയാണത്. ഇത് താങ്കൾ നിർത്തരുത് എന്ന രൂപത്തിൽ പല പ്രതികരണങ്ങളും കമൻറ്റുകളും നമുക്ക് വായിക്കാനും നേരിട്ട് കേൾക്കാനും ഇടയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. നമ്മൾ കാരണം ഒരാൾക്ക് ശാന്തമായ സമാധാനപൂർണമായ ഒരു ജീവിതം ലഭിക്കുമെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതാണ് ഭയമില്ലാത്ത, ഹൗഫില്ലാത്ത, ഹുസിനില്ലാത്ത, വളരെ സലാമോടുകൂടിയുള്ള, ശാന്തമായ അമ്നോടുകൂടിയുള്ള ഒരു ജീവിതമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. അത് ആണ് ഖുർആൻ ലക്ഷ്യം വെക്കുന്നതും. നമ്മൾ പണം സമ്പാദിക്കുന്നത് എന്തിനാണ്? എല്ലാം പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിതം ശാന്തപൂർണമായ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതല്ലാത്ത അതിന് താഴെയുള്ള ഖുർആൻ ചോദിക്കുന്നുണ്ട്, അലൈസല്ലാഹു ബി കാഫിൻ അബ്ദഹു, തൻ്റെ ദാസന് അള്ളാഹു മതിയാകില്ലേ എന്ന് ചോദിച്ചിട്ട്, അബ്ദു എന്ന് പറഞ്ഞ ദാസൻ എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അതിന് മറ്റൊരു അർത്ഥതലമാണുള്ളത്. വയുഹവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി എന്ന് പറയുന്ന ആ ദൂനിഹി അള്ളാഹുവിൻ്റെ താഴെ. അപ്പോൾ ദൈവികമായ ആശയത്തിന് താഴെയുള്ള ആശയങ്ങൾ കൊണ്ട് അവർ നിന്നെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ സ്നേഹത്തോടു കൂടിയാണെങ്കിൽ, നമ്മളൊരു ഭക്ഷണം കഴിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെങ്കിൽ പോലും നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, കുടുംബങ്ങൾ ഒക്കെ കുട്ടിക്കാലത്ത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഭയപ്പെടുത്തിയാണ് ഭക്ഷണം തരിക. അത് വരും, ഇത് വരും, അതുകൊണ്ട് വേഗം ഉമ്മയുടെ കുട്ടി ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ മതത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ കിടക്കുമ്പോൾ ഭയപ്പെടുത്തുകയാണ് ചെയ്യണത്. അള്ളാഹു എന്ന് പറയുന്ന ഭീകരമായ ഒരു സത്വത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും ഭയാനകമായ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു അള്ളാഹുവിന്. പറഞ്ഞല്ലോ, മുമ്പെപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, വൈലുല്ലിൽ ആക്കാബ്, മടമ്പും കാലുമ്മ ഒതെടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ആകാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വൈലെന്ന മഹാനരകത്തിൽ കൊണ്ടുപോയിടുന്ന ഒരു അള്ളാഹുവിന്. നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും കോപിക്കുകയും മഹാശിക്ഷ നടപ്പിലാക്കുകയും, അത് ഈ ലോകത്തുനിന്ന് ചെറിയ ശിക്ഷ എന്ന് പറയുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും തന്നുകൊണ്ടുള്ള ശിക്ഷയും പരലോകത്ത് ഭീകരമായ ശിക്ഷയും നടപ്പിലാക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് നമുക്ക് അങ്ങനെ ഭയപ്പെടുത്തിയാണ് മതങ്ങൾ നിലനിൽക്കുന്നത്. അതാണ് വയുഹവ്വിഫൂനക, അവർ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. മിൻ ദൂനിഹി എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമുക്കറിയാം അദാബുൽ ഖബർ, ഖബറിൻ്റെ ഉള്ളിലെ ശിക്ഷ.
അവിടെ മലക്കുകൾ ദണ്ട് കൊണ്ടുവരുന്നതും അടിക്കുന്നതും, അതിൻ്റെ അപ്പുറത്തൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ അവിടെ വരുന്ന ജീവികൾ, തേളുകൾ, അതുപോലെയുള്ള ജീവികളുടെ കടിക്കലും കുത്തലും ഒക്കെ വേറെ. ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ മതം തൊട്ട് ഒരു വിധമുള്ള ആശയങ്ങളൊക്കെ നിലനിൽക്കുന്നത് മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ്. ഞങ്ങളൊക്കെ അധ്യാപകർ കുട്ടികളെയും ഭയപ്പെടുത്തും. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അടിക്കും എന്നൊക്കെ പറയുന്നതിന് പുറമെ നിങ്ങളുടെ ജീവിതം തന്നെ ആകെ താറുമാറാവും എന്നുള്ള രൂപത്തിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സുകൾ എടുത്തിരുന്നത്. നാളെ നിങ്ങൾ പഠിച്ചു വന്നിട്ടില്ലേ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഒരു പ്രാരംഭ ദശയിലൊക്കെ അത് ചെറിയ കുഴപ്പമില്ലെങ്കിലും ആത്യന്തികമായി അതുകൊണ്ട് ഗുണം ചെയ്യൂല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്നിട്ട് പഠിക്കാത്ത കുട്ടികളുടെ ജീവിതമൊക്കെ ആകെ താറുമാറായോ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ല പഠിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിൽ ഏതെങ്കിലും ഒരു ചെറുതോ വലുതായ തസ്തികയിൽ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുമ്പോൾ അത് പഠിക്കാത്ത ആളുകൾ പല ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും മറ്റു മേഖലകളിലൊക്കെ കടന്നിട്ട് അതിനേക്കാൾ ഉയർന്ന സ്ഥാനങ്ങളിലും സാമ്പത്തികമായ ഉയർന്ന നിലകളിലും എത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഭയപ്പെടുത്തലുകൾ ഒരു മെഡിക്കൽ സയൻസിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ, ഡോക്ടറാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും, രോഗി അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ മറ്റത് കഴിച്ചാൽ ഇങ്ങനെ, ചിലത് കഴിച്ചിട്ടില്ലെങ്കിൽ ചിലത് കഴിച്ചാൽ, അല്ലെങ്കിൽ അങ്ങോട്ട് അനങ്ങിയാൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഒക്കെ നിങ്ങൾക്ക് ഭയാനകമായ രോഗങ്ങളാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഞാൻ സൂചന നൽകിയെന്നുള്ളൂ. ഇങ്ങനെ ഓരോ മേഖലകളിലും ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭയമില്ലാത്ത ശാന്തമായ ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ പ്രകൃതിയുടെ വ്യവസ്ഥിതി മനസ്സിലാക്കുക. അതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു വിഷയമായിട്ട് തന്നെ പറയണമെന്ന് എൻ്റെ സുഹൃത്ത് പലപ്പോഴായി പറയുന്നുണ്ട്. അള്ളാഹുവും റസൂലും ഒന്ന് ആ വിഷയം മാത്രമായിട്ട് വിശദീകരിക്കണം. അത് മാത്രമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വ്യവസ്ഥിതികളും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ വ്യവസ്ഥകളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ നമുക്ക് ഭയക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിലാണ് പിന്നെ നമുക്ക് ഈ ഭയവും ദുഃഖമൊക്കെ വരുന്നത്. രോഗം വരുമ്പോൾ നമുക്ക് ഭയം വരുന്നത് എന്തുകൊണ്ട്? പ്രകൃതി അതിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. മരണഭയം എന്താണ്? ലോകത്ത് കോടാനുകോടി മനുഷ്യർ, ജീവജാലങ്ങൾ, സസ്യലതാദികൾ എല്ലാം വന്ന് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ അത് നിലനിൽക്കണം. അങ്ങനെ ഒരു വ്യവസ്ഥിതി ഈ പ്രപഞ്ചത്തിൽ നിലനിന്നിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇടമില്ലാതായിത്തീരും. ജനിക്കുന്ന മനുഷ്യരൊന്നും, ജീവജാലങ്ങളൊന്നും മരിക്കുന്നില്ല എന്ന് വന്നാൽ ഈ ഭൂമിയിൽ ഇടമെവിടെ വസിക്കാൻ? അപ്പോൾ അത് പ്രകൃതിയുടെ ഒരു നിയമവ്യവസ്ഥിതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ മരണഭയമോ ഒന്നും അവനെ അലട്ടുകയില്ല. പിന്നെ ഈ മരണവും മരണാനന്തര ശേഷമുള്ള ഭീകരമായ ശിക്ഷയും ഒക്കെ അത് മാർക്കറ്റിങ്ങിലൂടെയാണ് മതങ്ങൾ നിലനിൽക്കുന്നത്. ഓരോ വ്യക്തികളും ഓരോ മേഖലകളും അവരുടെ ഭയപ്പെടുത്തലിലൂടെ അവരുടെ മാർക്കറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട അതാണ് അള്ളാഹ് ഈ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ എന്താണ് ശാന്തമായ സമാധാനപൂർണമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നത് എന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ശാന്തമായ സമാധാനപൂർണമായ ഒരു ജീവിതമാണ് നമുക്ക് ഇതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിന് താഴെയുള്ള ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നല്ല, അതിന് താഴെ അതിന് കീഴിലുള്ള എന്തൊക്കെ ആശയങ്ങളുണ്ടോ അതൊക്കെ വ്യക്തികളായാലും ആശയങ്ങളായാലും
അതൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വയുഹവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതാണ് ശാന്തം നമ്മൾ പറയുന്നത്. പിന്നെ നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ പുതിയ ഒരു വർഷം വരികയാണ്. 1-2 ദിവസം കഴിഞ്ഞാൽ പുതിയൊരു പുലരി വരികയാണ്. ആ പുതിയ ഒരു പ്രഭാതം മനസ്സിൽ, ഞാൻ പറഞ്ഞല്ലോ, പുതുവർഷമല്ല ജനിക്കുന്നത്, മനുഷ്യൻ്റെ മനസ്സിലാണ് പുതുവർഷം ജനിക്കേണ്ടത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിദ്വേഷങ്ങളുടെയും പകയുടെയും വെറുപ്പിൻ്റെയും തത്വശാസ്ത്രങ്ങളെ മുഴുവൻ മനസ്സിൽ നിന്ന് മാറ്റി ഒരു പുതിയ മനസ്സിൻ്റെ ഉടമയായി നമ്മൾ തീരാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ കലണ്ടറിലെ വർഷം മാറിയതുകൊണ്ട് അതൊക്കെ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ഉണ്ടാക്കിയതാണ്. പ്രകൃതിക്ക് അങ്ങനെയൊന്നുമില്ല. പ്രകൃതിയിൽ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അത് അതിൻ്റെ നിയമവ്യവസ്ഥകൾ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ അങ്ങനെയൊന്നുമില്ല. അത് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, രാത്രി വരുന്നു, പകല് വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശം പൂർത്തിയാകുകയാണ് ചെയ്യേണ്ടത്. അതാണ് റബ്ബന അതിമിം ലന നൂറന എന്ന് പറയുന്നത്. ആ നൂറിൻ്റെ ഇത്മാമാണ് സംഭവിക്കുന്നത്. അതിൻ്റെ സൃഷ്ടിപ്പല്ല നടക്കുന്നത്, പൂർത്തീകരണമാണ് നടക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിൽ വെളിച്ചം സൃഷ്ടിക്കപ്പെടുകയല്ല, വെളിച്ചത്തിൻ്റെ പൂർത്തീകരണം, പ്രകാശത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും, അതാണ് നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൽമും മഹബത്തുമാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ നൂറ് എന്ന് പറയുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് സംഭവിക്കേണ്ടത്, അതിൻ്റെ ഇക്തിമാലാണ് സംഭവിക്കേണ്ടത്. അതാണല്ലോ തിൽക്ക അശറത്തുൻ കാമിലത്തുൻ. അശറത്ത് എന്ന് പറയുന്നത് നമ്പർ 10 എന്നുള്ള നമ്പറല്ല, പൂർണ്ണതയെയാണ്. അതാണ് അശറത്തുൻ കാമിൽ എന്ന് പറയുന്നത്. അതാണ് ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്നത്. അപ്പോൾ അറിവിൻ്റെ ഉന്നതമായ ഭൂമികയും ആകാശങ്ങളും വിട്ടുകിടക്കാൻ ഈ മഅ്ശറിലൂടെ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്കൊരു സുൽത്താൻ വേണം. അതാണ് അതിൻ്റെ ഇക്തിമാൽ, അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അതാണ് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും മൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖുർആൻ തിൽക അശറത്തുൻ കാമിലത്തുൻ എന്ന് പറയുന്നത് അതാണ്. ഈ മുആശറത്ത് വഅൻദിർ അശീറത്തക്കൽ അഖറബി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അഷർ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഒരു വർഷത്തിൻ്റെ ഒരു വർഷം മാറുക എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിലെ നൂറിൻ്റെ പൂർത്തീകരണത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് അതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്നത് അതാണ്. അൽയൗമ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഡേ അല്ല. നമ്മുടെ ഉള്ളിൽ ആ നൂറ് പൂർത്തീകരിക്കപ്പെടുന്ന വേളയാണ് ആ ദീന് പൂർത്തീകരിക്കപ്പെടുന്ന വേള എന്ന് പറയുന്നത്. അതാണ് റബ്ബന അതിമിം ലന നൂറന എന്ന് പറയുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്നത്. ഇതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ആഴത്തിലിരുന്ന് ചിന്തിക്കാം, എന്താണ് ആ പറയുന്നത് എന്നൊക്കെ. നമുക്കതൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എങ്ങനെയെന്നാണ്, 7ഉം 3ഉം കൂട്ടാൻ അറിയാത്ത ആളുകൾക്ക് അതൊന്ന് കൂട്ടിക്കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് 10 പൂർത്തിയാകുന്നത് എന്ന് കൂട്ടിക്കാണിച്ചു കൊടുത്തു എന്നാണ് നമുക്കൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരും അതുപോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ തഫ്സീറുകളിലൊക്കെ എഴുതി വച്ചിട്ടുള്ളത്. ആ ജനതയ്ക്ക് 7ഉം 3ഉം എന്ന് പറഞ്ഞ് 3ഉം 7ഉം 10 എന്നുള്ളത് അറിയില്ലായിരുന്നു എന്നാണ്. ആ 10 അറിവിൻ്റെ മേഖലകളിലൂടെയാണ് ഒരു പൂർത്തീകരണം നടക്കുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ആ ആയത്ത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഗ്രൂപ്പിൽ എന്തായാലും അത് വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് അൽ ബഖറയും സൂറത്ത് ആലിമ്രാനും അതുപോലുള്ള സൂറത്ത് നിസാവും അങ്ങനെ ഒരുപാട് അധ്യായങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സൂറത്ത് അൽ ബഖറയിലെ ഒരു വചനത്തിൻ്റെ ഒരു ഭാഗമാണ് അത് തിൽക അശറത്തുൻ കാമിലത്തുൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്തിമാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്, പൂർത്തീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ വായനയിലൂടെ ശാന്തമായ സമാധാനപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അവൻ തിരിച്ചറിയുന്നു എന്നതാണ്, അള്ളാഹുവിനെ അവൻ അനുഭവിക്കുന്നു അവൻ്റെ ജീവിതത്തിലൂടെ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ പൊരുളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചത്, പുതുവർഷം എന്ന് പറയുന്നത് കലണ്ടറിലെ അക്കങ്ങളുടെ മാറ്റമല്ല, മനുഷ്യൻ്റെ മനസ്സിൽ പുതിയ ഒരു പ്രകാശം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇന്നലകളിലെ ഓർമ്മകളെ, ആ ഇന്നലകളിലെ ദുഃഖങ്ങളെ, ഇന്നലകളിലെ സങ്കടങ്ങളെ, ഇന്നലകളിലെ പ്രയാസങ്ങളിലെ മുഴുവൻ ചുമന്നുകൊണ്ട് അടുത്ത ഒരു വർഷത്തിലേക്ക് പോകുന്നതല്ല. ആ ഭാരമൊക്കെ അവൻ ഇറക്കി വെച്ച് പകയുടെ, വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ, അഹങ്കാരത്തിൻ്റെ, ഞാനെന്ന ഈഗോയുടെ എല്ലാം ഇറക്കി വെച്ച് ഒരു പുതിയ മനസ്സുമായി അവൻ വരണം. അതാണ് ഒരു പുതിയ പുലരി കൊണ്ട്, പുതിയ വർഷം കൊണ്ട് ഒരാൾ പുതിയ വർഷത്തിലൂടെ അവൻ നേടേണ്ട ഗുണം അതാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഒരു വിഷയം ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, പൊതുവായി കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി വിഷയബന്ധിതമായ ക്ലാസ്സുകൾ തുടർന്ന് ആളുകളുടെ ഈ പ്രതികരണം കൂടി കണ്ടപ്പോൾ തുടർന്ന് നമുക്ക് നടത്താമെന്ന് ഞാൻ നിങ്ങളോട് പറയണം. വിഷയബന്ധിതമായി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പറഞ്ഞ വിഷയങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ആ വിഷയങ്ങളുടെയൊക്കെ പൂർത്തീകരണം നടത്തേണ്ടതുണ്ട്. പുതിയ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ആഴത്തിൽ പോയി സംസാരിക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.